കൃത്യമായ ആസൂത്രണവും നിർവഹണവുമില്ലാതെയുള്ള ദേശീയപാത ആമ്പല്ലൂരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമീപ പഞ്ചായത്തുകളിലെ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. മലപ്പുറത്തും കൊട്ടിയത്തും അടിപ്പാതകളുടെ ഇടിച്ചിൽ ആവർത്തിക്കുമ്പോൾ NH 544 ആമ്പല്ലൂരിലും സുരക്ഷാ ഓഡിറ്റ് വേണമെന്ന ആവശ്യം ഉയരുന്നു. ദേശീയപാത ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിൽ തന്നെ വെള്ളക്കെട്ടുകൊണ്ട് പൊറുതിമുട്ടുന്ന ആമ്പല്ലൂർ ജംഗ്ഷനും പ്രളയബാധിത പ്രദേശമായ നെന്മണിക്കരയും വെള്ളപ്പൊക്ക ഭീഷണിയിലാകും. കാരണം അടിപ്പാതയ്ക്ക് വടക്ക് പാലത്തിന്മേലും തൊട്ട് കിഴക്കും പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഡ്രൈനേജുകൾ തുറന്നു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് നെന്മണിക്കര ഗ്രാമത്തിലേക്കാണ്. ആമ്പല്ലൂർ പാടം മണ്ണിട്ട് നികത്തിയ ഇപ്പോഴത്തെ ജോർജ് ടൗണിൽ വെള്ളമൊഴുകാനും അധികജലം ഉൾക്കൊള്ളാനും നിലനിർത്തിയിരുന്ന തോടുകൾ നികത്തിയ നിലയിലാണ്. കിഴക്ക് ഭാഗത്ത് നിന്ന് ഒഴുകിവരുന്ന വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് എത്തിക്കുന്ന കേളിത്തോടിന്റെ അവസ്ഥയും ശോചനീയമാണ്. പല ഭാഗങ്ങളിലും തോട് ചുരുങ്ങിയും തീരെ ഇല്ലാതായും വെള്ളം മുഴുവൻ വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിയാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അടിപ്പാത നിർമ്മിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയും നെന്മണിക്കര, അളഗപ്പനഗർ, പുതുക്കാട് പഞ്ചായത്തുകളും ചെയ്യേണ്ട ആസൂത്രണങ്ങൾ സംബന്ധിച്ച് ഗ്രാമസഭ ചേരുകയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതുമാണ്. എന്നാൽ തുടർ നടപടികളിൽ ആലോചന പോലും ഉണ്ടായില്ലെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം ശ്രീനാഥ് നെന്മണിക്കര പറഞ്ഞു. ഇവിടെ ആമ്പല്ലൂർ അടക്കമുള്ള അടിപ്പാതകൾ നിർമ്മിച്ചിരിക്കുന്നത് യാതൊരു ശാസ്ത്രീയ പഠനത്തിനും വിധേയമായിട്ടല്ല. ഇവിടെ ഈ പഠനം ഞങ്ങളൊരു പഠനം നടത്തുന്ന ഒരു സാങ്കേതിക സംഘമല്ല. പക്ഷെ എന്നിട്ടും ഞങ്ങളൊരു സ്പെഷ്യൽ ഗ്രാമസഭ ഇപ്പോൾ നാട്ടുകാരുടെ അപേക്ഷ പ്രകാരം ഈ വാർഡിൽ 5-ാം വാർഡിൽ നെന്മണിക്ക് 5-ാം വാർഡിൽ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർത്തിട്ട് അവിടെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിച്ച കാര്യങ്ങളാണ് ഇതിന്റെ സുരക്ഷാ പ്രശ്നങ്ങളും ഡ്രെയിനേജ് പ്രശ്നങ്ങളും. ഇതിന്റെ 2 കുന്നാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിന് വെള്ളം വന്നിട്ട് ഇവിടെ ഭയങ്കരമായ പ്രളയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അന്ന് ചൂണ്ടിക്കാട്ടി നമ്മൾ പഞ്ചായത്തിനോടാണ് അപേക്ഷിച്ചത്. ഒരു പഠനം നടത്തണം, നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നാടിനെ ഇതെങ്ങനെ ബാധിക്കും, എങ്ങനെ ഒരു 5-6 വർഷം കൊണ്ട് ഇതിന്റെ തീവ്രത എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇങ്ങനെ പ്രളയമോ മറ്റു വെള്ളക്കെട്ടോ വന്ന പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. മണ്ണിട്ട് നികത്തിയത് താങ്ങി നിർത്താനുള്ള അടിത്തട്ടിന്റെ ബലക്കുറവാണ് ദേശീയപാത 66 പലയിടങ്ങളിലും തകർച്ചയ്ക്ക് കാരണമായത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിന്റെ ഘടനയും നീരൊഴുക്കും പരിഗണിക്കാതെയുള്ള രൂപരേഖയാണ് ഇവിടെയെല്ലാം പിഴവിന് കാരണമായത്. സമാനമായ സാഹചര്യമാണ് ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിലുമെന്ന് പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ KK അനീഷ് കുമാർ പറയുന്നു. 2 പ്രധാനപ്പെട്ട അപകടങ്ങൾ നമ്മൾ കാണുന്ന ഒന്ന് കുരിയാടാണ്, മലപ്പുറം ജില്ലയില. രണ്ടാമത്തെ അപകടം നമ്മൾ കൊട്ടിയത്താണ്, കൊല്ലത്ത്. ഈ 2 അപകടങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആ 2 അപകട സ്ഥലത്തും അവർ പറഞ്ഞത് ഈ ബേസിന്റെ ഒരു ബലക്കുറവാണ്. ബേസ് എന്താ? മണ്ണാണ്, ചെളിയാണ്, പാടമാണ്. അപ്പൊ അത് എക്കൽ സമ്പുഷ്ടമായ ബേസ് ആണ്. അപ്പൊ അലൂവിയലാണ്, എക്കലാണ്. ആ ബേസിന്റെ ബലക്കുറവാണ്. 1 സ്ക്വയർ മീറ്ററിൽ 10-12 ടൺ വരുന്ന ലാൻഡ് ഫില്ലിംഗ് നടക്കുമ്പോൾ, അത് പാക്ക് ചെയ്ത് ലാൻഡ് ഫില്ലിംഗ് നടക്കുമ്പോൾ ആ ലാൻഡ് ഫില്ലിങ്ങിന്റെ 10-12 ടണ്ണിനെ സ്ക്വയർ മീറ്ററിൽ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അത്. അങ്ങനെ താങ്ങാൻ പറ്റാത്ത അവസ്ഥ അടിയിലെ മണ്ണിന്റെയും ചെളിയുടെയും ബലക്കുറവ് മാത്രമല്ല, ആ മണ്ണും ചെളിയും ജലപൂരിതമാകുന്ന അവസ്ഥയാണ്. അത് സ്ലൈഡ് ചെയ്യാണ്. അങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആമ്പല്ലൂര് എവിടേക്കാണ് സ്ലൈഡ് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ഇനി വരാൻ പോകുന്ന പുതുക്കാട് മേൽപ്പാലത്ത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നുണ്ടാവുക? നോക്കൂ, വലിയ അപകടങ്ങളെ നമ്മൾ മുന്നിൽ കാണണം. ഒരു പക്ഷെ നമുക്കൊക്കെ ഒരുമിച്ച് ആവശ്യപ്പെടേണ്ടത് ഈ NH 544 സമാനമായ കൺസ്ട്രക്ഷൻ നടത്തുന്ന മുഴുവൻ പ്രദേശങ്ങളിൽ ഈ സുരക്ഷ ഓഡിറ്റ് വേണം. അത്തരമൊരു സുരക്ഷാ ഓഡിറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് സുരക്ഷിതമാണ് എന്ന് ഇപ്പോഴും വിചാരിക്കാൻ പറ്റൂ. അടിപ്പാതയുടെ ഭാഗത്തു നിന്നും ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നുമുള്ള വെള്ളം 200 മീറ്റർ മാറി കേളിത്തോട്ടിൽ എത്തിക്കുകയും അവിടെ നിന്ന് കുറുമാലിപ്പുഴയിലേക്ക് നീരൊഴുക്കിനെ ക്രമീകരിക്കുകയുമാണ് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാനുള്ള പോംവഴി. അല്ലെങ്കിൽ 400 മീറ്റർ വടക്ക് മാറി മണലിപ്പുഴയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും സംവിധാനം ഒരുക്കാൻ കഴിയും. എന്നാൽ അടിപ്പാത നിർമ്മാണത്തിന്റെ എഞ്ചിനീയറിംഗിൽ ഇക്കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. ദേശീയപാത 544 അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഭൗമാവസ്ഥകൾ പഠനവിധേയമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായ ആസൂത്രണവും പഠനവുമില്ലാതെയുള്ള
അമ്പലൂർ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന അളകപ്പനഗർ, നെന്മണിക്കര, പുതുക്കാട് പഞ്ചായത്ത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. കാലാവസ്ഥ വ്യതിയാനവും മണ്ണിന്റെ ഘടനയുമൊക്കെ പഠന വിധേയമാക്കേണ്ടിടത്ത് ഇതൊന്നും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്നിട്ടില്ലെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ളവർ ആരോപിക്കുന്നത്. കൊല്ലമടക്കം ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഉണ്ടായ അപകടങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ പഠനം നടത്തിയാകണം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.